അപ്പോൾ ഗൈസ് രാവിലെ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അടി നടക്കുന്നത് കിച്ചൺ ടീമുമായിട്ടാണ്. അതായത് രാവിലെ ആളുകളെല്ലാം വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോഴും ഒന്നും കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല. എങ്ങനെ കഴിക്കാൻ കൊടുക്കും? നമ്മുടെ അൻസിബ മാത്രമല്ലേ കിച്ചണിൽ കയറുള്ളൂ. നമ്മുടെ ജാസ്മിൻ രാജകുമാരി അടുക്കളയിലോട്ട് കയറൂലല്ലോ. ഇന്നലത്തെ ദിവസം സുഖമില്ല എന്നും പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ തന്നെ കിടന്നു. അപ്പോൾ അൻസിബ മാത്രം പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഈ സുഖമില്ലാത്ത ആൾ നമ്മുടെ ഗബ്രിയുടെ കൂടെ ഇരുന്നിട്ട് കൊഞ്ചുകയും സൊള്ളുകയും നമ്മുടെ കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ടാസ്കിനൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ചങ്ങായി എണീറ്റ് ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ കിച്ചണിൽ മാത്രം അത് നമ്മുടെ ജാസ്മിന് പറ്റൂല. ഇന്ന് അതേപോലെ തന്നെ രാവിലെ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് ആളില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പം അവിടെ അടി നടക്കുന്നുണ്ട്. അൻസിബയ്ക്കാണ് സുഖമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജാസ്മിൻ കിച്ചണിൽ കയറിയില്ല. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഗബ്രി വരുന്നുണ്ട്. ജാസ്മിൻ ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ അന്നേരം നമ്മുടെ ഗബ്രി ഓടി വരും. ഗബ്രി ഈ ഒരു റിലേഷൻ നിർത്താൻ വേണ്ടി കഴിഞ്ഞ ദിവസം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പുറത്ത് നെഗറ്റീവാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു വീണ്ടും ജാസ്മിനുമായിട്ട് ഒട്ടുന്നുണ്ട്. ഈ ഒരു കോംബോ അല്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റൂല എന്നുള്ളത് ഗബ്രിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ജാസ്മിനെ എല്ലാവരും കുറ്റം പറഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗബ്രി അതിൻ്റെ നടുക്ക് മറ്റേ ഷീൽഡായിട്ട് നിൽക്കുന്നുണ്ട്. ആരുടെ എൻ്റെ ജാസ്മിനെ പറയുന്നത്? എന്നാൽ പിന്നെ ഗബ്രിക്ക് കയറിയിട്ട് അങ്ങോട്ട് ദോശ ഉണ്ടാക്കിയാൽ പോരെ, അല്ലെങ്കിൽ അവല് നനച്ചു കൊടുത്താൽ പോരെ. പിള്ളേർക്ക് തിന്നാൻ കൊടുക്കണോ, നല്ല ടാസ്ക് കളിക്കാൻ പറ്റുള്ളൂ. കിച്ചൺ ടീമെന്നും പറഞ്ഞിട്ട് ആകെ പാവം അൻസിബ കിടന്ന് കഷ്ടപ്പെടുവാണ്. ജാസ്മിനൊക്കെ പിന്നെ കിച്ചണിൽ കയറിയാലേ വേർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ആകെ സീനാണ്. കാരണം വെച്ചാൽ കുളിക്കാത്തത് കൊണ്ട് വേർത്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമല്ലേ. ഒന്നാമതെന്താ വെച്ചാൽ സ്പ്രേ അടിക്കാത്ത ആളല്ലേ. അപ്പോൾ വേർക്കാനും പാടില്ല, കുളിക്കാത്ത ആളായതുകൊണ്ട് വേർക്കാനും പാടില്ല, സ്പ്രേയും അടിക്കാത്തത് കൊണ്ട് ജാസ്മിൻ കിച്ചണിൽ കയറാറില്ല. കിച്ചണിൽ കയറിയാൽ ആകെ സീനാണല്ലോ. അയ്യോ, പിന്നെ ജാസ്മിനെ കിച്ചണിൽ കയറ്റിയാലും പ്രശ്നമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലേ പരിപാടി. എന്ത് ചെയ്യാനാണ്? എന്നാൽ പിന്നെ ഗബ്രി മോനെ കയറി പണിയെടുത്ത് കൊടുക്ക്, ജാസ്മിനെ രക്ഷിക്കുകയും ഓട്.